ഈ സന്ധ്യയിങ്കൽ നമ്മുടെ ഒന്നിച്ചുള്ള ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 ശമൂവേൽ 3-ാം അധ്യായം 1-ാമത്തെ വാക്യമത്രേ. 2 ശമൂവേൽ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല സമയത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിൻ്റെ ദാസന്മാരുടെ നീ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഈ രാത്രി ഞങ്ങൾ ആവശ്യഭാരത്തോടെ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ കരം നീട്ടി ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ പുതുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലെ വിചാരങ്ങളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന 2 വ്യക്തിത്വങ്ങളാണ് ശൗലും ദാവീദും. ശൗൽ ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവായിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്നു ദാവീദ്. ഇവരുടെ 2 പേരുടെയും ജീവിതത്തെക്കുറിച്ച് ഒരു താരതമ്യ പഠനം നടത്തിയ ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. ശൗൽ രാജാവായത് തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. അതിനു മുമ്പ് അവർക്ക് രാജാക്കന്മാർ ഇല്ലായിരുന്നു. മോശയുടെയും യോശുവായുടെയും കാലത്തിനു ശേഷം ന്യായാധിപന്മാരാണ് അവരെ നയിച്ചിരുന്നത്. എന്നാൽ അതൊരു സ്ഥിര സംവിധാനമായിരുന്നില്ല. ഓരോ പ്രതിസന്ധിയെയും നേരിടുവാൻ തക്ക നേതാക്കന്മാരെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ഒരു രാജാവ് വേണം എന്ന ആഗ്രഹം ഇസ്രായേൽ ജനത എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു. ഗിദെയോൻ ഫെലിസ്ത്യരുടെ മേൽ ജയം പ്രാപിച്ചപ്പോൾ അവരെല്ലാം കൂടെ സംഘടിച്ച് ഗിദെയോൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു, നീ ഞങ്ങൾക്കു രാജാവാകണം, നിൻ്റെ മകനും അവൻ്റെ മകനും ഞങ്ങൾക്കു രാജാവാകണം എന്നൊക്കെ പറയുമ്പോൾ ഗിദെയോൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് രാജാവാകുകയില്ല, യഹോവയത്രേ നമ്മുടെ രാജാവ്. ഇതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. പുരോഹിതനും പ്രവാചകനും ന്യായാധിപനുമൊക്കെ ആയിരുന്ന ശമൂവേൽ വൃദ്ധനായപ്പോൾ അവരവരുടെ ആവശ്യം വളരെ ശക്തമായിട്ട് ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1 ശമൂവേൽ 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. നീ വൃദ്ധനായിരിക്കുന്നു, നിൻ്റെ പുത്രന്മാർ നിൻ്റെ വഴിയിൽ നടക്കുന്നില്ല, ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണം. നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, എല്ലാവർക്കും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കും വേണം. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതും പല സാധനങ്ങൾ വാങ്ങിക്കുന്നതുമൊക്കെ ഇങ്ങനെയാണ്. നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് കൊണ്ടല്ല, പിന്നെയോ എല്ലാവർക്കും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കും വേണം. ഇതാണ് പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാട്. എന്നാൽ ഒരു രാജാവിനെ വാഴിച്ചാലുണ്ടാകുന്ന വരായ്മകളെക്കുറിച്ച് പ്രവാചകൻ അവരെ ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചു. നിങ്ങൾക്കൊരു രാജാവുണ്ടായാൽ നിങ്ങളുടെ മക്കളെ അവൻ ഭൃത്യന്മാരാക്കും, കുതിരച്ചേവകരാക്കും, നിങ്ങളുടെ പെൺമക്കളെ അപ്പക്കാരികളും തൈരക്കാരത്തികളുമാക്കി മാറ്റും. തുടർന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുത്തിരുന്ന രാജാവിൻ്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും, എന്നാൽ അന്ന് യഹോവ ഉത്തരം അരുളുകയില്ല. അക്ഷരാർത്ഥത്തിൽ ഇത് ശരിയായി. ശൗലിൻ്റെയും ദാവീദിൻ്റെയും കാലം കഴിഞ്ഞ് ശലോമോൻ്റെ കാലമായി. ശലോമോൻ്റെ ഭരണത്തെക്കുറിച്ച് ശലോമോൻ്റെ മകനായ രെഹോബെയാമിനോട് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, നിൻ്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു, നിൻ്റെ അപ്പൻ്റെ കഠിനവേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ കുറച്ചു തരണം. ഈ നുകം അവർ ചോദിച്ചു വാങ്ങിച്ചതാണ്. ഈ നുകം ഏറ്റുകഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. അവരുടെ നിർബന്ധിച്ചുള്ള ആവശ്യത്തിന് ദൈവവും
മനസ്സില്ലാ മനസ്സോടെ പ്രവാചകനും വഴങ്ങിക്കൊടുത്തു. അങ്ങനെ ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവായി ശൗൽ അഭിഷിക്തനായി. ശൗലിൻ്റെ തുടക്കം ഗംഭീരമായിരുന്നു, മനോഹരമായിരുന്നു. അതൊറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം തെരഞ്ഞെടുത്തവൻ, ജനം അംഗീകരിച്ചവൻ. അതായിരുന്നു ശൗൽ. 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും, ദൈവം തെരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെപ്പോലെ ഒരുത്തൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് ആർത്തു. ദൈവം തെരഞ്ഞെടുത്തവൻ, ജനം അംഗീകരിച്ചവൻ, അതായിരുന്നു ശൗൽ. 30-ാമത്തെ വയസ്സിൽ അവൻ രാജാവായി. അവൻ്റെ ശാരീരിക യോഗ്യതകൾ ഒരു രാജാവ് എന്ന തലയെടുപ്പ് അവന് നൽകുന്നതായിരുന്നു. ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്ന ധനികൻ്റെ മകനായി ഒരു സമ്പന്ന കുടുംബത്തിൽ അവൻ ജനിച്ചു. അവൻ്റെ ശാരീരിക യോഗ്യതകൾ ഒരു രാജാവിന് ചേർന്നതായിരുന്നു. 1 ശമൂവേൽ 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവന് ശൗൽ എന്നു പേരുള്ള ഒരു പേരോടെ യൗവനവും കോമളത്വമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കം ഏറിയവനായിരുന്നു. ശാരീരിക യോഗ്യതകൾ ഒരു രാജാവിന് ചേർന്നതായിരുന്നു. അതുമാത്രമല്ല, വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് 1 ശമൂവേൽ 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. അപ്പോൾ ശാരീരിക യോഗ്യതകളുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവും അവൻ്റെ മേൽ വന്നു. ദൈവവും ജനവും പ്രതീക്ഷയോടെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. എങ്കിലും 2 വർഷത്തെ അവൻ്റെ ഭരണം കഴിഞ്ഞപ്പോൾ അവനെ രാജാവാക്കിയതിനെക്കുറിച്ച് ദൈവം മനസ്താപപ്പെട്ടു എന്നാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത്. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ദൈവത്തിന് ദുഃഖം, അഭിഷേകം ചെയ്ത രാജാവ് പ്രവാചകന് ദുഃഖം. രാജധർമ്മം മറന്നുപോയ മനുഷ്യൻ ദൈവനിയോഗം നിരസിച്ച് സ്വയം അയോഗ്യനായി തീർന്ന ഒരു വ്യക്തിയായി തീർന്നു ശൗൽ. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ദാവീദിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവൻ്റെ പിൻഗാമിയായ ദാവീദിനെക്കുറിച്ച് നാം പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ്. ശൗലിനെ പോലെ സമ്പന്നമായ ഒരു പാരമ്പര്യം ദാവീദിന് അവന് അവകാശപ്പെടുവാനില്ലായിരുന്നു. എന്നു മാത്രമല്ല, ശൗലിനെ പോലെ അനായാസനയല്ല അവൻ അധികാര കസേരയിൽ എത്തിയത്. ദീർഘനാളത്തെ പോരാട്ടത്തിനു ശേഷമാണ് അവൻ അധികാര കസേരയിൽ എത്തിയത്. എന്നാൽ ഈ ശൗലിനെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ മനോഹരമായ പ്രസ്താവനകളാണ് ദാവീദിനെക്കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. 1 ശമൂവേൽ 16-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. 18-ാമത്തെ വാക്യം, അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനും ആയിരുന്നു. എന്നാൽ ഇവരുടെ 2 പേരുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. ശൗൽ ക്ഷയിച്ചു പോകാൻ കാരണം എന്താ? നാം മുമ്പേ വായിച്ച വാക്യത്തിൽ തന്നെയുണ്ട്, അവനെന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ദൈവത്തെ വിട്ടുമാറി, ദൈവത്തിൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചില്ല. എന്നാൽ ദാവീദോ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ചു. അതായിരുന്നു അവൻ്റെ വിജയത്തിൻ്റെ കാരണം. ശൗലിൻ്റെ പരാജയത്തിൻ്റെ ഒന്നാമത്തെ കാരണം യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുമാറി എന്നതാണ്. യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. 1 ശമൂവേൽ 16-ാം അധ്യായം 14-ാമത്തെ വാക്യം, എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി, യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ശൗൽ യഹോവയെ വിട്ടുമാറി, യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി.
ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിലും ഇന്ന് ശൗലിനെ നിയന്ത്രിക്കുന്നത് ദുരാത്മാവാണ്, പിശാചാണ്. നമുക്കറിയാം, പുതിയ നിയമം നാം പഠിക്കുമ്പോൾ യൂദയെക്കുറിച്ച് നാം പഠിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് യൂദ. പക്ഷേ തിരുവചനത്തിൽ നാം വായിക്കുന്നു, പിശാച് യൂദയുടെ ഉള്ളിൽ കടന്നു. യൂദയെ നിയന്ത്രിച്ചത് പിശാചാണ്, ദുരാത്മാവാണ്. ദുരാത്മാവ് ബാധിക്കുന്നവർ തങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ഈ ശൗലിന് ദുരാത്മാവ് ബാധിക്കുമ്പോൾ ദാവീദിനെ വിളിച്ച് കിന്നരം വായിപ്പിക്കും. കിന്നരം വായിക്കുമ്പോൾ ദാവീദ് എന്താ ചെയ്യുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ, ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകളാണ് അവൻ പാടുന്നത്. പക്ഷേ ഇതൊന്നും ശൗലിൻ്റെ ഉള്ളിൽ യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല. ദാവീദ് കിന്നരം വായിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും ശൗലിൻ്റെ ഉള്ളിൽ ദുഷ്ടതയായിരുന്നു. അതുകൊണ്ടാണല്ലോ ശൗൽ ദാവീദിനെ കൊല്ലുവാൻ 3 പ്രാവശ്യം കുന്തം ചാണ്ടി എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ഏത് ആത്മീയ അന്തരീക്ഷത്തിലിരുന്നാലും ചിലരുടെ ഉള്ളിൽ ദുരാത്മാവായിരിക്കും, ദുഷ്ടതയായിരിക്കും. കുർബാനയ്ക്ക് പോയാലും, കൺവെൻഷന് പോയാലും, കൂട്ടായ്മയ്ക്ക് പോയാലും മനസ്സിലെന്തായിരിക്കും? ദുരാത്മാവ്. യൂദയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ എത്ര വികാരനിർഭരമായ അനുഭവമാണ് അവന് കിട്ടിയത്. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ആദ്യത്തെ കുർബാനയിൽ പങ്കെടുക്കുവാൻ, കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ആദ്യം കുർബാന കൈക്കൊള്ളുവാൻ ഭാഗ്യം ലഭിച്ചവനാണ് യൂദ. പക്ഷേ കർത്താവിൽ നിന്നും വിശുദ്ധ കുർബാന കൈക്കൊണ്ടിട്ട് ഇരുളിൻ്റെ പ്രവർത്തനങ്ങളെ ചെയ്യുവാൻ ഇരുളിലേക്ക് നടന്നു നീങ്ങിയതായ യൂദയാണ് നാം കാണുന്നത്. യോഹന്നാൻ 13:30 നാം വായിക്കുന്നു, ഖണ്ഡം വാങ്ങിയുടനെ അവൻ എഴുന്നേറ്റുപോയി, അപ്പോൾ രാത്രിയായിരുന്നു. ഖണ്ഡം വാങ്ങി വിശുദ്ധ കുർബാനയും കൈക്കൊണ്ടിട്ട് ഇരുളിൻ്റെ പ്രവർത്തനങ്ങളെ ചെയ്യുവാൻ ഇരുളിലേക്ക് നടന്നു നീങ്ങിയ യൂദയെക്കുറിച്ച് നമുക്കിവിടെ കാണുവാനായി സാധിക്കും. ദുരാത്മാവ് ബാധിച്ചവരുടെ വേറെ ഒരു സ്വഭാവമാണ് അസൂയ. അവിടുത്തെ സ്ത്രീകൾ ഒരു കുഴപ്പം കാണിച്ചു. അവരൊരു പാട്ടുപാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. ഈ വാക്കു തന്നെയാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, കണ്ണുകടി. ദുരാത്മാവ് ബാധിച്ചവരുടെ സ്വഭാവമാണിത്. അപമാനത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ദേശത്തെയും രക്ഷിച്ചവനാണല്ലോ ദാവീദെന്ന് മറന്നുകൊണ്ട് അവൻ അസൂയപ്പെടുകയാണ്. കണ്ണുകടി, അസൂയ, വെറുപ്പ്, ഇതവൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനെങ്കിലും വികലമായൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നതുകൊണ്ട് അസൂയയ്ക്കും വെറുപ്പിനും വിദ്വേഷത്തിനും അവൻ അടിമയായി. അങ്ങനെ അവൻ സ്വയം അയോഗ്യനാക്കപ്പെട്ടു. 1 ദിനവൃത്താന്തം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. യഹോവയോട് അതിക്രമം ചെയ്തു, യഹോവയുടെ വചനം പ്രമാണിച്ചില്ല. ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടുന്നവൻ വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിക്കുന്നവനായി തരം താണു എന്നത്രേ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ദാവീദിൻ്റെ വിജയത്തിൻ്റെ കാരണം എന്താ? വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. 1 ദിനവൃത്താന്തം 11-ാം അധ്യായം 9-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ അവൻ മേൽക്കുമേൽ പ്രബലനായി തീർന്നു. എന്തുകൊണ്ടാ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നത്? 1 ശമൂവേൽ 18-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. വിവേകത്തോടെ നടന്നു. എന്താ വിവേകം? നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയുടെ വഴികളിലൂടെ നടക്കുവാൻ കഴിയുന്നതാണ് വിവേകം. ദാവീദിന് ആ വിവേകം ഉണ്ടായിരുന്നു.
അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശൗലിൻ്റേതിൽ നിന്നും തുലോം വ്യത്യസ്തമായിരുന്നു ദാവീദിൻ്റെ മനോഭാവം. ശൗൽ ദാവീദിനെ കൊല്ലാൻ പല പ്രാവശ്യം ശ്രമിച്ചു. എന്നാൽ ദാവീദിന് ശൗലിനെ കൊല്ലാൻ ധാരാളം സുവർണാവസരങ്ങൾ ലഭിച്ചു. പക്ഷെ അവൻ ചെയ്തില്ല. നമുക്കറിയാം, ഒരിക്കൽ ദാവീദ് ഒരു ഗുഹയ്ക്കകത്തൊളിച്ചിരിക്കുമ്പോൾ ഇതറിയാതെ കണ്ട് ശൗൽ ആ ഗുഹയ്ക്കകത്ത് കയറി. ദാവീദിന് വേണമെങ്കിൽ പുറകിൽ നിന്ന് അവനെ കുത്തിയോ വെട്ടിയോ കൊല്ലാമായിരുന്നു. പക്ഷേ ദാവീദ് അത് ചെയ്തില്ല. എന്നിട്ട് അവൻ ഒരു കാര്യം ചെയ്തെന്താ? ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം കുറെ മുറിച്ചെടുത്തു. എന്നാൽ അതിനെക്കുറിച്ച് തുടർന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസ്സാക്ഷി കുത്തിത്തുടങ്ങി. ദാവീദിന് എന്തുണ്ടായിരുന്നു? മനസ്സാക്ഷി. ഇന്ന് എനിക്കും നിങ്ങൾക്കും കൈമോശം വന്നിരിക്കുന്ന ഒന്നാണ് മനസ്സാക്ഷി. എന്തോ ചെയ്താലും ഒരു കുത്തലും ഇല്ല. അതാണ്. പിന്നെയും ദാവീദിന് ശൗലിനെ കൊല്ലാൻ അവസരം കിട്ടി. അവൻ്റെ പാളയത്തിൽ ചെന്ന് കുന്തവും ഇലപ്പാത്രവും ഒക്കെ എടുത്തുകൊണ്ടുപോന്നു. എന്നിട്ടും അവനൊന്നും ചെയ്തില്ല. ഇങ്ങനെ ശൗല് രക്ഷപ്പെടുന്ന സമയത്തൊക്കെ അവൻ ദാവീദിനോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ രക്ഷപ്പെട്ട ഒരു സമയത്ത് അവൻ പറയുന്നൊരു വാചകമുണ്ട്. 1 ശമൂവേൽ 26:25, എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ കൃതാർത്ഥനാകും, നീ ജയം പ്രാപിക്കും. ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിലും പിന്നെയും അവൻ ശൗലിനെ, ദാവീദിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. കാര്യം എന്താ? ഉള്ളിൽ ദുരാത്മാവിരിപ്പുണ്ട് കേട്ടോ. അതാണ്. ഈ തേളിൻ്റെയും സന്യാസിയുടെയും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു തേട് വെള്ളത്തിലകപ്പെട്ടു. അത് രക്ഷപ്പെടാൻ ഇങ്ങനെ കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കുക, പറ്റുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു സന്യാസി അവിടെ നിന്ന് കുളിക്കുന്നു. സന്യാസിയോട് പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷിക്കാമോ? അപ്പോൾ സന്യാസി പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കത്തില്ല, നീ കുത്തും, അതാണ് നിൻ്റെ സ്വഭാവം. ഈ രക്ഷപ്പെടേണ്ട ആഗ്രഹമുള്ളത് കൊണ്ട് തേള് തീർത്തും പറഞ്ഞു, ഞാൻ കുത്തില്ല, നീ എന്നെ ഒന്ന് രക്ഷിയില്ലേ. അവസാനം ഈ സന്യാസി ഇതിനെ അങ്ങ് വിശ്വസിച്ചു. കൈ നീട്ടിക്കൊടുത്തു. ഈ തേള് കയ്യെ കയറി. ഇതിനെ കൊണ്ടൊന്ന് കരയ്ക്കോട്ട് അങ്ങോട്ട് വിടാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഇവൻ ഒറ്റ കുത്തു കൊടുത്തു. അപ്പോൾ സന്യാസി ചോദിച്ചു, എന്തോ വൃത്തികെട്ട പരിപാടിയാണ് നീ കാണിച്ചത്? കുത്തത്തില്ലെന്ന് പറഞ്ഞിട്ട് നീ എന്താ കുത്തിയെന്ന് ചോദിച്ചപ്പോൾ തേള് പറഞ്ഞു, ഞാൻ അറിയാതെ അങ്ങ് കുത്തിപ്പോയതാണ്. നമ്മളും അതുപോലെ. ഇപ്പോൾ ഇവിടെ ഇരുന്നതിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ വിചാരിക്കും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ലെന്ന്. പക്ഷേ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം രണ്ടുപേര് കൂടി ഇന്ന് അപ്പുറത്തെ ചേട്ടത്തിയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അച്ഛൻ്റെ പ്രസംഗം കേട്ടതല്ലയോ, കുത്തണ്ട എന്ന് കണ്ട് ഇങ്ങോട്ട് മാറി നിൽക്കും. പിന്നെയും കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് അടുത്ത് വേറൊരാൾ പറയുന്നത് കേൾക്കുമ്പം അവസാനം നമ്മൾ അറിയാതങ്ങ് കുത്തിപ്പോവും. അതാണ് ദുരാത്മാവുമായി വസിക്കുന്നതായിട്ടുള്ള അനുഭവം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ ശൗലിൻ്റെ കുടുംബം ദാവീദിന് ഒരു വെല്ലുവിളിയായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ശൗൽ അന്വേഷിച്ചു, ആ കുടുംബത്തിൽ ആരുണ്ട്? അപ്പോൾ പറയുന്നു, 2 കാലും മുടന്തനായ മെഫീബോശത്ത് എന്ന് പറയുന്ന ഒരു മകൻ മാത്രമുണ്ട്. നമ്മളാണെങ്കിൽ പറഞ്ഞേനെയും, മുടന്തനാണെങ്കിലും അവൻ ശൗലിൻ്റെ കൊച്ചുമോനല്ലേ, അവൻ ജീവിച്ചിരുന്നാൽ എനിക്ക് അത് വലിയൊരു അപകടമാണ്. പക്ഷെങ്കിൽ ദാവീദ് എങ്ങനെയാണ് അവനോട് ഇടപെട്ടത്? നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്, രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെ അവൻ ദാവീദിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നു. തൻ്റെ ശത്രുവിൻ്റെ കൊച്ചുമകൻ എങ്ങനെയാ? രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെ ദാവീദിൻ്റെ മേശയിങ്കൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ദാവീദിനെ നിയന്ത്രിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്. എന്നാൽ അധികാര കൊതി ശൗലിൽ ദുരാത്മാവായി പരിണമിച്ചു. എന്നാൽ ശൗലിൻ്റെ മകൻ യോനാഥാൻ ഈ ദാവീദിനെ സ്നേഹിച്ചു. പക്ഷേ അതൊന്നും അവൻ്റെ കണ്ണ് തുറപ്പിച്ചില്ല. കാരണം അധികാര കൊതി അവനെ അന്ധനാക്കി. എന്നു മാത്രമല്ല, അവൻ യോനാഥാനോട് പറയുന്നൊരു വാചകമുണ്ട്. 1 ശമൂവേൽ 20:30-31 വാക്യങ്ങൾ. യിശ്ശായിയുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുവോളം നീയും നിന്റെ രാജത്വവും ഉണ്ടാകുകയില്ല. എടാ, അവൻ ജീവിച്ചിരിക്കുവോളം കാലം
നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല. മക്കളുടെ ഹൃദയത്തിലെ കൂടി വിഷം കുത്തിവെക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങളും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. വരുന്ന നമ്മുടെ തലമുറ ഉള്ളിലേക്ക് കൂടി വിഷം കുത്തിവെക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. എന്നാൽ നിറഞ്ഞ മനസ്സോടെ യോനാഥാൻ പറയുകയാ, നീ ഒരിക്കൽ രാജാവാകും, ഞാൻ രണ്ടാമനായിരിക്കും. രണ്ടാമനായിരിക്കണേലുണ്ടല്ലോ ദൈവകൃപ വേണം. അസിസ്റ്റൻ്റ് വികാരി ആയിരിക്കണേൽ ദൈവകൃപ ഉണ്ടെങ്കിലേ സാധ്യമാകത്തുള്ളൂ. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ യോനാഥാൻ അത് ഉണ്ടായിരുന്നു. പിന്നീട് ഈ യോനാഥാനെ ശൗലിനെ സംബന്ധിച്ചിടത്തോളം തിരുത്താനൊരു മനസ്സവനില്ലായിരുന്നു. അതാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റി. പക്ഷെ ദാവീദിൻ്റെ വ്യത്യാസം എന്താ? അവൻ തെറ്റു സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. ഇത് സമ്മതിക്കുവാൻ, ഏറ്റുപറയാൻ ദാവീദിന് കഴിഞ്ഞു. പക്ഷേ ഞാനും നിങ്ങളും ഇന്ന് തെറ്റ് സമ്മതിക്കുന്നില്ല. തലമുറകളിലേക്ക് കൂടി വിഷം കുത്തിവെക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് ദൈവീകമല്ല. നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ശമര്യയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്. എന്താ? നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് ദൈവികമല്ല, അത് പൈശാചികമാണ്. ഇത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. ദാവീദിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചതുകൊണ്ട് ശൗല് മാത്രമല്ല, തങ്കം പിടിച്ച സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്ന യോനാഥാനും കൊല്ലപ്പെട്ടു. ആ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞു, ആരെ അവശേഷിച്ചത്? 2 കാലും മുടന്തനായ മെഫിബോശേത്ത്. അവൻ തന്നെ അവൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. എന്താ? ചത്ത നായെപ്പോലെ ഞാൻ ഒരുത്തൻ മാത്രം അവശേഷിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിൻ്റെ 1ാമത്തെ രാജാവായി തീർന്ന വ്യക്തി ശൗലിൻ്റെ കൊച്ചുമകൻ പറയുകയാ, ചത്ത നായെപ്പോലെ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറയാൻ ഈ ഒരു വാക്കല്ലാതെ എന്താ വേണ്ടത്? ഒരു കുടുംബം തകർന്ന് തരിപ്പണമായില്ലേ? ചത്ത നായെപ്പോലെ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എന്നാൽ വിശാല ഹൃദയത്തിൻ്റെ ഉടമയായിരുന്ന ദാവീദിൻ്റെ മകൻ ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയായി തീർന്നു. ആ ശലോമോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവനെപ്പോലെ ജ്ഞാനിയായ ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു വ്യത്യാസം ശൗലിൻ്റെ ഒരു വാചകത്തിലൂടെ പറഞ്ഞ് ഞാൻ അവിടെ വിടുകയാണ്. 1 ശമൂവേൽ 24:17 നീ എന്നേക്കാൾ നീതിമാൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശൗൽ നന്മയ്ക്കു പകരം തിന്മ ചെയ്തു, ദാവീദോ തിന്മയ്ക്കു പകരം നന്മ ചെയ്തു. പ്രിയരെ, ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ മേൽക്കുമേൽ പ്രബലമായി തീരണമെങ്കിൽ, വളർച്ചയുണ്ടാകണമെങ്കിൽ തിന്മയ്ക്കു പകരം നന്മ ചെയ്യാൻ കഴിയണം. ശൗലെങ്ങനെയാ? നന്മയ്ക്കു പകരം തിന്മ ചെയ്തു. ദാവീദോ തിന്മയ്ക്കു പകരം നന്മ ചെയ്തു. നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതെന്ന് ഈ സന്ധിയെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. എന്നാൽ യഹോവയുടെ ആത്മാവോ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. ശൗലിൻ്റെ പരാജയത്തിൻ്റെ 2ാമത്തെ കാരണം ബന്ധങ്ങളിലെ ആത്മാർത്ഥതയില്ലായ്മയാണ്. ബന്ധങ്ങളിലെ ആത്മാർത്ഥതയില്ലായ്മ. ബന്ധങ്ങളാണ് മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നത്. ബന്ധങ്ങളില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല. ബന്ധങ്ങളിലെ സ്നേഹവും സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് പ്രധാനം. എന്നാൽ ഇന്ന് ബന്ധങ്ങളുടെ ഊഷ്മളത കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബ ബന്ധങ്ങളാണ്. സുഹൃത്ത് ബന്ധങ്ങളും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് ബന്ധങ്ങളെ എനിക്ക് മുകളിലെത്തുവാനുള്ള ഏണിപ്പടികളായി നാം കാണുന്നു. എനിക്ക് മുകളിലെത്താനുള്ള ഒരു ഉപകരണം മാത്രമാണ് ബന്ധങ്ങൾ
ഇതല്ലേ ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാട് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദാവീദിനോടുള്ള ബന്ധത്തിൽ ശൗലിന് ഒരിക്കലും ആത്മാർത്ഥത ഇല്ലായിരുന്നു. കുടുംബത്തോടുള്ള ബന്ധത്തിലും ഒരിക്കലും ആഴവും ആത്മാർത്ഥതയുമില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ശൗൽ തൻ്റെ മകനായ യോനാഥാനെ ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്തു. തൻ്റെ പിൻഗാമിയായിട്ട് യോനാഥാനെ ആക്കണമെന്നൊക്കെ അവൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവൻ യോനാഥാനെ ഭയപ്പെട്ടു. നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് എന്ന് കരുതി ചെയ്തത് പലപ്പോഴും ദോഷമായി ഭവിക്കാറില്ലേ? ഒരിക്കൽ യോനാഥാൻ തന്നെ യുദ്ധത്തിന് പോയി. അപ്പം കൊട്ടാരത്തിൽ വിവരമറിഞ്ഞു. എന്താ? യോനാഥാൻ യുദ്ധത്തിൽ ജയിച്ചു മുന്നേറുന്നു. മകനാണെങ്കിലും തന്നേക്കാൾ പ്രഗത്ഭനായി തീരുമോ എന്നൊരു ഭയം ശൗലിൻ്റെ മനസ്സിലുണ്ടായി. അപ്പം അതിൻ്റെ വിജയത്തിൻ്റെ അംഗീകാരം പിടിച്ചു പറ്റും വേണ്ടി അവനൂടെ പുറകെ ചെന്നു. അതായത് ശൗലിൻ്റെ ഉള്ളിൽ ഒരു പെരുന്തച്ഛൻ കോംപ്ലക്സ് ഉണ്ടായി. പെരുന്തച്ഛൻ്റെ കഥ നമുക്കറിയാം. പെരുന്തച്ഛൻ പ്രഗത്ഭനായ ശില്പിയാണ്. അവൻ തച്ചനാണ്. അവൻ വളരെ പ്രഗത്ഭനാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ പെരുന്തച്ഛനൊരു സംശയം, തൻ്റെ മകൻ തന്നേക്കാൾ പ്രഗത്ഭനാണോ? ഒരു ദിവസം കെട്ടിടത്തിൻ്റെ മുകളിലിരുന്ന് പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ ഊളി താഴോട്ടിട്ട് തൻ്റെ മകനെ കൊന്നുകളഞ്ഞു എന്നാണല്ലോ കഥ പറയുന്നത്. അതേ, ഒരു പെരുന്തച്ഛൻ കോംപ്ലക്സ്. അവൻ പുറകെ ചെന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി, ഫെലിസ്ത്യരെ തോൽപ്പിക്കുന്നതുവരെ ആരും ഒന്നും കഴിക്കരുത്. ഇതറിയാതെ മുമ്പോട്ട് പോയതായ യോനാഥാൻ വഴിയിലൽപ്പം തേൻ കണ്ടപ്പം അതൊന്ന് തൊട്ടുനക്കി. ഈ വിവരം അറിഞ്ഞപ്പോൾ ശൗല് പറയുന്നൊരു വാചകമുണ്ട്. എന്താ? യോനാഥാനെ, നീ മരിക്കണം. അതായത് തൻ്റെ മകനെ കൊല്ലാൻ വിധിക്കുമ്പോൾ ഒരു ഹൃദയ നൊമ്പരം പോലും അവനില്ല, ഒരു വേദന പോലും അവൻ പ്രകടിപ്പിച്ചില്ല. അതാണ് ജനങ്ങളാണ് പറഞ്ഞ് അവനെ തൊടാൻ പാടില്ല. 1 ശമൂവേൽ 14:45. എന്നാൽ ജനം ശൗലിനോട്, ഇസ്രയേലിൽ ഈ മഹാരക്ഷ പ്രവർത്തിച്ചിരിക്കുന്ന യോനാഥാൻ മരിക്കണമോ? ഒരിക്കലും അരുത്. യഹോവയാണ്, അവൻ്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല. അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു. ശൗലിന് മകനോട് താല്പര്യമൊന്നുമില്ല, അവനെ കൊല്ലാൻ വിധിക്കുക. എന്നാൽ ദാവീദിന് തൻ്റെ മക്കളുടെ സ്നേഹത്തെക്കുറിച്ച് നമുക്കറിയാം. തൻ്റെ മകൻ രോഗിയാണെന്നറിഞ്ഞപ്പോൾ ദാവീദ് വസ്ത്രം മാറാതെ, ഭക്ഷണം കഴിക്കാതെ, നിലത്ത് കിടന്നുരുണ്ടുകൊണ്ട് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ ഒരു മകനായിരുന്നല്ലോ അബ്ശാലോം ദാവീദിനെതിരായി കലാപക്കൊടി ഉയർത്തി. അവൻ സൈന്യമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുകയാണ്. ആ യാത്രയിൽ അബ്ശാലോം കൊല്ലപ്പെട്ടു. ആ വിവരമറിയുന്നതായുള്ള സമയത്ത് ദാവീദ് പ്രതികരിക്കുന്നത് എങ്ങനെയാ? എൻ്റെ മകനെ അബ്ശാലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ദാവീദിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ദാവീദിന് തൻ്റെ മക്കളോട് ആത്മാർത്ഥതയുണ്ടായിരുന്നു. ശൗൽ യോനാഥാനു വേണ്ടിയാണ് ജീവിച്ചത്, എന്നാൽ അതിൽ ആത്മാർത്ഥതയില്ലായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞതായ യോനാഥാൻ ശൗലിൽ നിന്നും അകന്നു. ശൗലിൻ്റെ ശത്രുവായ ദാവീദിനോട് അടുത്തു. നമ്മുടെ മക്കളോടുള്ള ബന്ധത്തിൽ ആത്മാർത്ഥതയും ഊഷ്മളതയും ഇല്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് തിരിച്ചറിയും. അവർക്ക് ആത്മാർത്ഥതയും ഊഷ്മളതയും കിട്ടുന്നിടത്തേക്ക് അവർ പോകും, സംശയമില്ല. ഇവിടെ യോനാഥാൻ നല്ല മനസ്സുള്ള ദാവീദിൻ്റെ അടുക്കലേക്കാണ് പോയതെങ്കിൽ നമ്മുടെ മക്കൾ പോകുന്നത് പലപ്പോഴും നശിപ്പിക്കുന്ന കൂട്ടുകെട്ടുകളിലേക്ക്, മാഫിയ കൊട്ടേഷൻ സംഘങ്ങളിലേക്കായിരിക്കും എന്ന് നമ്മൾ മറന്നു പോകരുത്. യോനാഥാനോട് മാത്രമല്ല, പെമ്പിള്ളാരോടും അതുതന്നെയായിരുന്നു. ഈ ഗോലിയാത്തിനെ കൊല്ലുമ്പോൾ ദാവീദിനൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. എന്താ? എൻ്റെ മൂത്ത മകൾ മേരബിനെ ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് തന്നേക്കാം എന്ന്. എന്നാൽ അവൻ ചെയ്തതെന്താ? 1 ശമൂവേൽ 18:19 ശൗലിൻ്റെ മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ടിയിരുന്ന സമയത്ത്
അവളെ മഹല്യനായ അദ്രിയേലിന് ഭാര്യയായി കൊടുത്തു. വിവാഹമൊക്കെ നിശ്ചയിച്ച സമയം വരെ നിശ്ചയിച്ചതാ. പക്ഷെ ആ സമയത്ത് അവനെ പിടിച്ച് വേറൊരുത്തന് കൊടുത്തു. ഏതു പെൺകുട്ടിയും ആഗ്രഹിച്ചു പോകുന്നവനാണ് ദാവീദ്. അവനെക്കുറിച്ച് നമ്മൾ വായിച്ചല്ലോ. പവിഴ നിറം, കോമളൻ, സുനേത്രൻ, കിന്നരവായനയിൽ നിപുണൻ, പരാക്രമശാലി. ഈ ഗോലിയാത്തിനെയൊക്കെ കൊന്നിട്ട് ആ ഗോലിയാത്തിൻ്റെ തലയുമൊക്കെ വെട്ടി ഇങ്ങനെ പിടിച്ചോണ്ട് ഈ ദാവീദ് രാജകൊട്ടാരത്തിലേക്ക് കയറി വരുമ്പോൾ, അതായത് സിനിമയിലെയൊക്കെ നായകന്മാരെ പോലെ ഈ തലയും വെട്ടിപ്പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കയറി വരുമ്പോൾ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഈ മേരവിവനെ കണ്ടതാ, ഹൃദയം കൊണ്ട് അവനെ ആഗ്രഹിച്ചതാ. പക്ഷെ തൻ്റെ മകൾക്കുണ്ടാകുന്ന വേദന അവനൊരു പ്രശ്നമേ അല്ല. മകളുടെ ജീവിതത്തെ കച്ചവടച്ചരക്കാക്കി മാറ്റുന്ന മനുഷ്യൻ. യോനാഥാനെ കൊല്ലാൻ പറഞ്ഞപ്പം വിധിച്ചപ്പം ഞാൻ വാക്കുമാറത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പം വാക്കുമാറാൻ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. നമ്മുടെ ആദർശമൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്വന്തം കാര്യത്തിന് പറ്റിയാണെങ്കിൽ ആദർശം പറയും, ഞാൻ വാക്കുമാറത്തില്ലെന്ന് പറയും. അല്ലാത്തവൻ തിരിച്ചു പറയാൻ ഒരു വിഷമവും ഇല്ല. അതാണ് നമ്മുടെ പലപ്പോഴുമുള്ള ബന്ധങ്ങൾ. വീണ്ടും സംഭവം പഠിക്കുമ്പോൾ അടുത്ത മകളാണ് മീക്കാൾ. മീക്കാളിന് ദാവീദിനോട് പ്രേമം ജനിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഈ ശൗലിൻ്റെ പ്രതികരണം വളരെ രസകരമാണ്. 1 ശമൂവേൽ 18-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ശൗലിൻ്റെ മകളായ മീക്കാളോ ദാവീദിനെ സ്നേഹിച്ചു. അത് ശൗലിന് അറിവ് കിട്ടി, കാര്യം അവനിഷ്ടമായി. അവനൊരു കണിയായിരിക്കേണ്ടതിനും ഫെലിസ്ത്യരുടെ കൈ അവൻ്റെ മേൽ വീഴേണ്ടതിനും ഞാൻ അവളെ അവന് കൊടുക്കുമെന്ന് ശൗൽ വിചാരിച്ചു. എന്തിനാ കെട്ടിച്ചു കൊടുക്കുന്നേ? അവനൊരു കെണിയായിരിക്കേണ്ടതിന്, അവനെ നശിപ്പിക്കേണ്ടതിന്. ഇതാ ഞാൻ പറഞ്ഞത്, മക്കളുടെ ജീവിതത്തെ പന്താടുന്ന മനുഷ്യൻ. അതാണ് ഈ മീക്കാൾ. ദാവീദിനെ കൊല്ലാൻ കൂട്ടുനിൽക്കുകയോ ശൗലിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്ന് കണ്ടപ്പോൾ ആ ബന്ധം അവസാനിപ്പിക്കുവാനും ശൗൽ തയ്യാറായി. 1 ശമൂവേൽ 25:44 വായിക്കുന്നത്, ശൗലോ തൻ്റെ മകളും ദാവീദിൻ്റെ ഭാര്യയുമായിരുന്ന മീക്കാളിനെ ലേശിൻ്റെ മകൻ ഫെലിസ്ത്യന് കൊടുത്തിരുന്നു. അതാണ് മക്കളോട് എത്ര സ്നേഹം, മക്കളോട് എന്ത് ആത്മാർത്ഥത. ഇന്നത്തെ മാതാപിതാക്കന്മാർ മക്കൾക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ശരിയാ, നമ്മളെല്ലാം ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷേ അതിനകത്തും സ്വാർത്ഥതയും കച്ചവട മനോഭാവവുമില്ലേ? അത് തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് സ്നേഹം തിരിച്ചു കിട്ടാത്തത്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴും അവർക്ക് വേണ്ടി ഓടുമ്പോഴും സ്വാർത്ഥതയാ, കച്ചവട മനോഭാവമാ. അതാണ്, അതുകൊണ്ടാണ് ഈ സ്നേഹം തിരിച്ചു കിട്ടാത്തത് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പഴയ കാലത്തെ മാതാപിതാക്കന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ അപ്പന്മാരൊന്നും പിള്ളേരുടെ കൂടെ കളിക്കത്തില്ല, അവരുടെ കൂടെ തമാശ പറയത്തില്ല, അവരെ ലാളിക്കത്തില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും അപ്പൻ തന്നെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു വെച്ചോ, പിള്ളേരെ കൂടെ ഇരുത്തി കഴിക്കത്തില്ല. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥത നിറഞ്ഞ സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്നേഹം തിരിച്ചു കിട്ടി. ഇന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കുക, എല്ലാം കളഞ്ഞിട്ട്. പക്ഷേ ആത്മാർത്ഥതയില്ല, കച്ചവട മനോഭാവമാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സ്നേഹം തിരിച്ചു കിട്ടാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. മക്കളെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നത് അപകടം വിളിച്ചു വരുത്തും. അത് നമ്മുടെ കുടുംബങ്ങൾ ക്ഷയിക്കുവാൻ കാരണമായി തീരും. എന്നാൽ ഏറ്റവും മനോഹരമായ ബന്ധങ്ങളെക്കുറിച്ചും ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനമായി പറയുന്നത് 1 ശമൂവേൽ 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ബന്ധങ്ങൾ ഇതുപോലെയായിരിക്കണം കേട്ടോ. എന്താ? യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു, സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ബന്ധങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ സമൂഹത്തിലുണ്ടോ? നാം ചിന്തിക്കേണ്ടുന്നതായ വിഷയമാണ്. പ്രാണനെ പോലെ സ്നേഹിക്കുന്ന,
മനസ്സ് തമ്മിൽ പറ്റിച്ചേരുന്ന ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം, നമ്മുടെ സഭയിലുണ്ടാവണം. ഈ അടുത്ത സമയത്ത് അന്തരിച്ച പ്രഗത്ഭനായ വ്യക്തിയായിരുന്നല്ലോ KG ജോർജ്, പ്രശസ്ത സിനിമാ സംവിധായകൻ, തിരുവല്ലക്കാരൻ, ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒത്തിരി സിനിമകൾ ചെയ്ത മനുഷ്യൻ. അയാളുടെ മരണത്തോടനുബന്ധിച്ച് ഒത്തിരി വാർത്തകളൊക്കെ വന്നല്ലോ. അപ്പോൾ അതിനു മുമ്പെടുത്ത ഒരു വീഡിയോ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്ന വാക്കുകൾ. അവർ പറയുന്നു, ഇയാൾക്ക് ഒരു സെൻറ്റിമെൻറ്റുമില്ല, ഇയാൾക്കൊരാത്മാർത്ഥതയുമില്ല. ഭർത്താവിനെ അടുത്തിരുത്തിക്കൊണ്ട് പറയുക. അപ്പോൾ ഒരു പൊട്ടച്ചിരി ചിരിച്ചുകൊണ്ട് KG ജോർജ് പറയുക, എനിക്ക് ഭാര്യയോടും മക്കളോടും അപ്പനോടും അമ്മയോടും ഒന്നും ഒരു സ്നേഹവും ഇല്ല. കുഞ്ഞുങ്ങൾ ജനിച്ചതുകൊണ്ട് അവരെ വളർത്തി എന്നതിനപ്പുറമായി എനിക്ക് യാതൊരു സ്നേഹവുമില്ല. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് KG ജോർജിൻ്റെ വാക്കുകൾ. ഒരു സ്നേഹവുമില്ല, ഇങ്ങനെ ജീവിക്കുക. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയും. ദൈവം സ്നേഹമാ, ദൈവം സ്നേഹിക്കുന്നവനാ, കരുതുന്നവനാ. സഹോദരനോട് സ്നേഹമില്ല, സ്വന്തം മക്കളോട് സ്നേഹമില്ല, അയൽവക്കക്കാരോട് സ്നേഹമില്ല. യഥാർത്ഥമായ സ്നേഹം കാണാനായിട്ട് നമുക്ക് സാധിക്കണം. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പല സ്നേഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ റോമാലേഖനത്തിൽ തൻ്റെ സഹപ്രവർത്തകരായിരുന്ന പ്രിസ്കയെയും അക്വിലായെയും കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരായിരുന്നു. ഒരു തൊഴിലുമുണ്ട്, അങ്ങനെ പരിചയപ്പെട്ടവരാ, അവരൊന്നിച്ചു ജീവിച്ചു. ഈ അക്വിലാസിനും പ്രിസ്കില്ലയ്ക്കും അവരുടെ ബിസിനസ് പലയിടത്തും വിട്ടിട്ട് ഓടിപ്പോകേണ്ടി വന്നു. എന്നിട്ടും തങ്ങളുടെ ഭവനത്തിൽ പൗലോസിനെ വീട്ട് സ്വീകരിക്കുകയും കരുതുകയും ആ വീട് പ്രാർത്ഥനയ്ക്കായി തുറന്നു കൊടുക്കുകയും ചെയ്ത ദമ്പതികൾ, അവരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ആവേശത്തോടെ പറയുക, അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരായിരുന്നു. ഇതാണ് ആത്മീയ ബന്ധം, ഇതാണ് മനുഷ്യൻ തമ്മിലുണ്ടായിരിക്കേണ്ടുന്ന ബന്ധം. വേദപുസ്തകത്തിൽ ഇതുപോലുള്ള ബന്ധങ്ങളുടെ ഒത്തിരി പേരെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പരിചിതരാണ്. എലിസബത്തിൻ്റെയും മറിയയുടെയും ആത്മാർത്ഥമായ ആ സ്നേഹബന്ധം. മറിയ ഒരു ബന്ധപ്പാടുണ്ടായപ്പോൾ ഓടി എലിസബത്തിൻ്റെ അടുത്തു ചെല്ലുകയാണ്. യഥാർത്ഥത്തിൽ എലിസബത്തിൻ്റെ ഉള്ളത്തിൽ നിന്നാണ് മശിയ പറക്കേണ്ടുന്നത്. കാരണം എല്ലാ യഹൂദ സ്ത്രീകളും ആഗ്രഹിച്ചിരുന്നതാണ്. എലിസബത്ത് കൊച്ചമ്മയാണ്, വലിയ കൊച്ചമ്മയാണ്, അച്ഛൻ്റെ മകളാണ്. തനിക്ക് കിട്ടേണ്ടുന്ന പദവി, പാവപ്പെട്ട പേരും അഡ്രസ്സുമില്ലാത്ത കൗമാരപ്രായക്കാരത്തിയായ ആ പെൺകുട്ടിക്ക് കിട്ടിയപ്പോൾ എലിസബത്ത് പറയുന്ന വാക്കുകൾ എന്താ? സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഒരു സ്ത്രീക്ക് വേറൊരു സ്ത്രീയോട് മനസാക്ഷിക്കുത്തില്ലാതെ ഇതുപോലെ പറയാൻ കഴിയുമോ? നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, കർത്താവിൻ്റെ വാക്കു വിശ്വസിച്ച നീ ഭാഗ്യവതി. എൻ്റെ കർത്താവിൻ്റെ മാതാവ്, എൻ്റെ അടുത്ത് വരുന്ന മാനം എവിടെ നിന്നും ഉണ്ടായി? ഇത് മറിയ. എലിസബത്ത് നമ്മളൊക്കെ പറയുന്നത് പോലെ പൊള്ള വാക്കുകൾ പറഞ്ഞതല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ തട്ടിപ്പറഞ്ഞതാണ്. അതുകൊണ്ടാണല്ലോ നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്, ആ സമയത്ത് പിള്ള അവളുടെ ഉള്ളത്തിൽ തുള്ളിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള സ്നേഹബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്കിതുപോലെ സ്നേഹിക്കുവാൻ, കരുതുവാൻ കഴിയണം. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ സമൂഹത്തിൽ ബന്ധങ്ങളിൽ സ്വാർത്ഥത മാത്രമാണ്. ബന്ധങ്ങളിൽ ആത്മാർത്ഥതയില്ല, സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുക. ബന്ധങ്ങൾ എൻ്റെ വളർച്ചയ്ക്ക് എന്ന സ്വാർത്ഥ ചിന്ത മാറി സ്നേഹവും സന്തോഷവും നിറഞ്ഞൊഴുകുന്ന ബന്ധങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. നമ്മുടെ സമൂഹം നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ശൗലിൻ്റെ കുടുംബം പോലെ തകർന്ന് തരിപ്പണമാകും. മക്കളുടെ ബന്ധം എങ്ങനെയാ? സഹോദരങ്ങളുടെ ബന്ധം എങ്ങനെയാ? അയൽവക്കക്കാരുടെ ബന്ധം എങ്ങനെയാ? നമുക്ക് സ്നേഹത്തിൽ അധിഷ്ഠിതമായ, സ്നേഹം തുളുമ്പുന്ന, ആത്മാർത്ഥതയുള്ള ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയമാവൂ. ശൗൽ പരാജയപ്പെടുവാൻ കാരണം മക്കളോടോ സ്നേഹിതരോടോ ഉള്ള ബന്ധങ്ങളിൽ അവന് ആത്മാർത്ഥത ഇല്ലായിരുന്നു. അതാണ് അവൻ്റെ തകർച്ചയ്ക്ക് കാരണം. മൂന്നാമതായി, അവസാനമായി, ശൗലിൻ്റെ പരാജയത്തിൻ്റെ കാരണം കപട ആത്മീയതയാണ്. കപട ആത്മീയത. ശൗൽ തൻ്റെ വിജയത്തിന് ദൈവത്തെ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു. ഇന്ന് അനേകരുടെയും
അനേകർക്കും സ്വന്തം കാര്യം സാധിക്കുന്ന ഒരു ഉപകരണമാണ് ദൈവം. പല നിഗൂഢ ലക്ഷ്യങ്ങളുമായിട്ടാണ് അനേകരും ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പല ഹിഡൻ അജണ്ടാസ്. അതാണ് നമ്മൾ പാഠഭാഗമായി വായിച്ചിടത്ത് നാം കണ്ടു. ശൗലിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ദൈവം പറയുന്ന വാക്കുകൾ 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. എന്താണ് ശരിയായ ആത്മീയത? ദൈവം പറയുന്നത് കേട്ട് പ്രവർത്തിക്കുക. അതാണ് ശരിയായ ആത്മീയത. സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് അപ്പോസ്തലനെ വിളിക്കുമ്പോൾ അതുതന്നെയാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, നീ എഴുന്നേറ്റ പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വച്ച് നിന്നോട് പറയും. നീ എന്തു ചെയ്യണമെന്ന് ഞാൻ പറയും. ശരിയായ ആത്മീയത എന്തെന്ന് ചോദിച്ചാൽ ദൈവം പറയുന്നത് കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ശരിയായ ആത്മീയത. എന്നാൽ ശൗൽ രാജാവായ ശേഷം ഒരിക്കൽ പോലും അവൻ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. സ്വന്തം ബുദ്ധി അനുസരിച്ച് വെളിച്ചപ്പാടത്തിയോട് ലക്ഷണം ചോദിച്ച് അവൻ പ്രവർത്തിച്ചു എന്നത്രേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ശരിയായ ആത്മീയത. ഈ ശൗൽ 7 ദിവസം കാത്തിരുന്നിട്ടും എന്തേ അവന് ദൈവശബ്ദം കേൾക്കാൻ, ദൈവനിയോഗം തിരിച്ചറിയാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ്? പെട്ടെന്ന് ലഭിച്ചതായ പദവി അവനെ മത്തുപിടിപ്പിച്ചു. അതിലവൻ അങ്ങ് മതിഭ്രമം പിടിച്ചു. അപ്പോൾ ഈ അധികാരവും ഇതെല്ലാം കൂടെ കിട്ടിയപ്പോഴത്തേക്ക് അതിനകത്താണ് അവൻ്റെ ശ്രദ്ധ മുഴുവൻ. നമുക്കും സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ ശ്രദ്ധ പലപ്പോഴും അതിനകത്താണ് നമ്മളിങ്ങനെ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നത്. കർത്താവ് അതിനൊരു കഥ പറഞ്ഞല്ലോ. വിളവ് വർദ്ധിച്ചു. വിളവ് അങ്ങോട്ട് വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ അങ്ങ് മതിഭ്രമം പിടിച്ചു. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യേണ്ടു? വാട്ട് ഷാൽ ഐ ഡു? ഇനി ഞാനും നിങ്ങളും സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. തലയ്ക്കും മത്തുപിടിച്ചവരായി ജീവിക്കുകയാ. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ അഹങ്കാരമായിരുന്നു. അതായത് യാഗം നടത്താൻ ഒരുങ്ങിയപ്പോൾ യാഗത്തിന് കാർമ്മികത്വം വഹിക്കേണ്ടുന്നതായ ശമൂവേൽ പുരോഹിതൻ വരാൻ അല്പം താമസിച്ചു. അപ്പോഴത്തേക്കും അവൻ്റെ ഉള്ളിൽ അഹങ്കാരം തലപൊക്കി. ശമൂവേൽ വന്യവയോധികനാണ്, പുരോഹിതനാണ്, തന്നെ അഭിഷേകം ചെയ്തവനാണ്. പക്ഷേ ഈ ശമൂവേലിനു വേണ്ടി കാത്തിരിക്കുന്നത് നാണക്കേടായിട്ടവന് തോന്നി. അവൻ എന്തു ചെയ്തു? അവൻ തന്നെ യാഗം കഴിച്ചു. എന്നിട്ട് യാഗം കഴിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? അഹങ്കാരം. എന്നിട്ട് അവൻ പറയുന്നതാ, ജനം എന്നെ വിട്ട് ചിതറിപ്പോകാതിരിപ്പാൻ. ദൈവത്തിന് നന്ദി പറയാനൊന്നുമല്ല, പിന്നെന്തുവാ? ജനം ചിതറിപ്പോകാതിരിക്കാൻ. ഇന്ന് നമ്മുടെ പലരുടെയും ആത്മീയത സ്വന്തം കാര്യ ലാഭത്തിനു വേണ്ടിയാ. ഇന്ന് സഭയിൽ നിന്നും മാറി നിങ്ങൾ അച്ഛന്മാരെയൊക്കെ മാറ്റി നിർത്തി ചടുലമായ രീതിയിൽ ആരാധന നടത്തുന്ന ഗ്രൂപ്പുകളുണ്ട്. എന്തിനാ? യുവജനങ്ങളെ ആകർഷിക്കാൻ, അതിലൂടെ നേതാക്കന്മാരാകാൻ, അതിലൂടെ പണം സമ്പാദിക്കാൻ. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇത് തിരിച്ചറിയണം. അതാണ് പ്രധാനപ്പെട്ടത്. ഈ യാഗമൊക്കെ കഴിഞ്ഞപ്പോൾ ദൈവം ശൗലിനോട് പറയുക, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവയോട് നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. ആരാധന നടത്തിക്കഴിയുമ്പോൾ ദൈവം നമ്മോട് പറയുമോ, നീ ചെയ്തത് ഭോഷത്വമാണ്. അഹങ്കാരത്തോടെ പേരുണ്ടാക്കാൻ, പണമുണ്ടാക്കാനാണ് നീ ആരാധന നടത്തുന്നതെങ്കിൽ കർത്താവ് പറയും, നീ ചെയ്തത് ഭോഷത്വമാണ്. മനോഹരമായ സെൻറ്റർ കൺവെൻഷൻ നടത്തിക്കഴിയുമ്പോൾ ദൈവം നമ്മോട് പറയുമോ, നീ ചെയ്തത് ഭോഷത്വമാണ്. അഹങ്കാരത്തോടെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണ് നാം ഇത് നടത്തുന്നതെങ്കിൽ ദൈവം പറയും, നീ ചെയ്തത് അഹങ്കാരമാണ്. ശൗലിൻ്റെ ദൈവിക ബന്ധത്തിലുള്ളതായ കപടത വ്യക്തമാക്കുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ അമാലാക്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞ് അവിടെ ഉള്ളതൊന്നും ഇങ്ങോട്ട്
എടുത്തുകൊണ്ട് വന്നേക്കരുത്, എല്ലാം നശിപ്പിച്ചേക്കണം. എന്നാൽ അവിടെ ചെന്നപ്പം കാളക്കുട്ടിയെയും ആട്ടുകൊറ്റനെയും കണ്ടപ്പോൾ അതിനെ പിടിച്ചു കൊണ്ടുപോന്നു. ശമൂവേൽ പ്രവാചകൻ വന്നിട്ട് ചോദിക്കുകയാ, കാളകളുടെ മൂക്രയും ആടുകളുടെ കരച്ചിലും കേൾക്കുന്നത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശമൂവേൽ ഒരു ഉളുപ്പുമില്ലാതെ പറയുക, ഞാനിത് യഹോവയ്ക്ക് യാഗം കഴിക്കാനായി കൊണ്ടുവന്നിരിക്കുകയാണെന്ന്. അപ്പോൾ ആരാധനയുടെ ബാലപാഠം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇത് തിരിച്ചറിയാതെ നീ യാഗം കടത്തിയിട്ട് എന്ത് പ്രയോജനം? അതാണ് ദൈവം ചോദിക്കുന്നത്. അവിടെയും ശൗലിന് ന്യായീകരണമുണ്ട്. ശൗല് പറയുന്നു, ഞാൻ ജനത്തെ ഭയപ്പെട്ടു, അവരുടെ വാക്കനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. അതായത് ഒരു നല്ല നേതാവ് ജനം പറയുന്നിടത്തൂടെ പോകുന്നവനല്ല, ജനത്തെ തൻ്റെ വഴിയിലൂടെ കൊണ്ടുവരുന്നവനാണ്. ഒരു നല്ല അച്ഛൻ ജനം പറയുന്നിടത്തൂടെ പോകുന്നവനല്ല, ജനത്തെ തൻ്റെ വഴിയിലൂടെ കൊണ്ടുവരുന്നവനാണ് ശരിയായിട്ടുള്ളൊരു അച്ഛൻ. നേതാക്കന്മാരെക്കുറിച്ച് ഒത്തിരി മനോഹരങ്ങളായ ഡെഫിനിഷൻസ് നമുക്കറിയാം. അതിൽ ശ്രദ്ധേയമായ ഒന്ന് ഇതാണ്, നയിക്കേണ്ട വഴി ഏതെന്നറിയുകയും അനുയായികൾക്ക് അത് കാണിച്ചു കൊടുക്കുകയും സ്വയം ആ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ നേതാവ്. നമ്മൾ അങ്ങനെയുള്ള നേതാക്കന്മാരായിത്തീരണം. നയിക്കേണ്ടുന്ന വഴി അറിയണം, ജനങ്ങൾക്കത് കാണിച്ചു കൊടുക്കണം. അതുമാത്രം പോരാ, സ്വയം ആ വഴിയിലൂടെ നടക്കുകയും ചെയ്യണം. ശൗൽ അതുപോലെ തന്നെ ഈ ശൗലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവീക അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കാനായിട്ട് ശ്രമിച്ചവനവൻ. പിടിച്ചു വാങ്ങിക്കാൻ ഒരിക്കൽ ശമൂവേലിനെ കൂടെ വിളിച്ചപ്പം ശമൂവേൽ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ വചനം തള്ളിക്കളഞ്ഞവനാ, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ പോരുകയില്ലെന്ന്. അപ്പോൾ എന്താ ശൗൽ ചെയ്തത്? 1 ശമൂവേൽ 15:27. പിന്നെ ശമൂവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ചു വലിച്ചു, അത് കീറിപ്പോയി. ബലമായി പുരോഹിതനെ, സഭയെ, ദൈവത്തെ കൂടെ നിർത്തുവാനായിട്ട് ശ്രമിക്കുക. എന്നാൽ ഇവിടെ ശമൂവേൽ ശക്തമായ നിലപാടെടുത്തു. എന്താ നിലപാട്? അവിടെ നാം വായിക്കുന്നു, ശമൂവേൽ ജീവപര്യന്തം പിന്നെ ശൗലിനെ കണ്ടില്ല. ശക്തമായ നിലപാടെടുത്തു, പിടിച്ചുകൂടെ നിർത്തുക. കുപ്പായം കീറിപ്പോയി. ഇന്ന് ഞങ്ങളുടെ ആരുടെയും കുപ്പായം കീറുന്നില്ല. കാര്യം എന്തെന്നറിയാമോ? പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒട്ടി നിൽക്കുക. അതുകൊണ്ടാണ് കീറാത്തത്. പിടിച്ചു നിർത്തുക. എന്നാൽ ഒരു കാര്യം നാം നോക്കണം, ഈ പുരോഹിതനെ കൂടെ നിർത്തുവാൻ ശ്രമിച്ച ഈ ശൗല് തന്നെ പുരോഹിതന്മാരെ വെട്ടിക്കൊല്ലാൻ പറയുന്നത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ 1 ശമൂവേൽ 22 75 പുരോഹിതന്മാരെ ശൗൽ വെട്ടിക്കൊന്നു കേട്ടോ. അതായത് ഭരണവർഗത്തോട് ചേർന്ന് നിന്നാൽ അവർക്കിഷ്ടം, എതിർത്താൽ അവർ നശിപ്പിക്കും, കല്ലെറിയും, നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. സഭ ഒരിക്കലും ഭരണാധികാരികളുടെ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിൽക്കരുത്, അവരുടെ ചട്ടുകങ്ങളായി തീരരുത്. വ്യക്തമായ നിലപാടെടുക്കുവാൻ, ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയണം. ഇവിടെ ഈ ശൗല് പുരോഹിതന്മാരെ വെട്ടിക്കൊന്നല്ലോ. വെട്ടിക്കൊല്ലാനായിട്ടുള്ള കാരണം എന്താ? തൻ്റെ മകൻ ശത്രുപാളയത്തിലേക്ക് പോയ വിവരം ഈ പുരോഹിതന്മാർ എന്നെ അറിയിച്ചില്ല. അതാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, എപ്പോഴെങ്കിലും ഈ മകനെ പുരോഹിതന്മാരുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? കുഴപ്പമായപ്പം പുരോഹിതന്മാരെ വെട്ടിക്കൊല്ലുക. അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ശമൂവേലിനെ കുറിച്ച് പറയുമ്പോൾ ശമൂവേലിൻ്റെ അമ്മ പറയുന്നൊരു വാചകം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ? ശിശുവിൻ്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുവരാം. എൻ്റെ കുഞ്ഞിൻ്റെ മുലകുടി ഒന്ന് മാറട്ടെ, പിന്നെ പറയുന്ന അവൻ അവിടെ എന്നേക്കും പാർക്കേണ്ടതിന് തൻ്റെ മകനുമായി ആ അമ്മ ദൈവാലയത്തിലേക്ക് പോയി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സഭയുമായി ബന്ധപ്പെടുത്തുവാൻ, അച്ഛന്മാരുമായി ബന്ധപ്പെടുത്തുവാൻ, അവരുമായുള്ള കൂട്ടായ്മയിൽ ജീവിപ്പിക്കുവാൻ നമ്മൾ എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് അച്ഛന്മാരെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ധാരാളം ആളുകൾ എന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? വീട് കൂതാശയുടെ കാര്യം പറയാൻ, കല്യാണത്തിന് ക്ഷണിക്കാൻ.
ശവടക്കത്തിൻ്റെ കാര്യം പറയാൻ. അല്ലാതെ കണ്ട് ഞങ്ങളെ വിസിറ്റ് ചെയ്തിട്ടുള്ളവർ കുറവാണ്. കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഈ അച്ഛനും നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് അവന് തോന്നണം. അങ്ങനെ അവൻ ഇടപെടുമ്പോൾ പിന്നെ അച്ഛനവനോട് പറയുന്നത് അവൻ കേൾക്കാൻ തയ്യാറാവും. അങ്ങനെ ഒരു ബന്ധങ്ങൾ നമുക്കുണ്ടോ? കുഞ്ഞുങ്ങളെ ദൈവവുമായിട്ട് സഭയുമായിട്ട് അകറ്റുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മളതിനകത്ത് സമയമില്ല. പണ്ടൊക്കെ എൻ്റെ പട്ടത്തെ ശുശ്രൂഷ ആദ്യ കാലഘട്ടങ്ങളിൽ പാഴ്സനയിൽ എപ്പോഴും 5-6 ആമ്പിള്ളേരൊക്കെ കാണും, എന്തോ കാര്യത്തിന് പറഞ്ഞാലും റെഡി. ഇന്ന് മഷിയിട്ട് നോക്കിയാൽ ഒരുത്തനെ കാണാൻ കിട്ടില്ല. വീടുകളിൽ വന്നാലോ കാണാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ ഒരിടവകയിൽ 4 വർഷം ഇരുന്നിട്ട് പോകാറായപ്പോഴും ആ വീട്ടിലെ ഒരു ചെറുപ്പക്കാരനെ അവനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഇവനെ ഒന്ന് കാണണം. ഞാൻ അവനോട് ഒരു ദിവസം അവൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഇവൻ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ വീടുകളൊക്കെ 2 നിലയാണ്. ഈ പിള്ളേരുടെ ആപ്പീസല്ല അങ്ങ് മേളിലാണ്. അവൻ അവിടെ ആയിരിക്കുന്നത്. അവൻ താഴോട്ടൊന്നും ഇറങ്ങി വരത്തില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ അമ്മാമ്മയോട് പറഞ്ഞു, മോനെ ഇങ്ങ് വിളിച്ചേ ഒന്ന് കാണട്ടെന്ന് പറഞ്ഞപ്പം അവർക്ക് എൻ്റെ മുഖത്ത്, നല്ലൊരു സ്ത്രീയാണ് കേട്ടോ, കള്ളമൊന്നും പറയുന്ന ആളല്ല, പക്ഷേ അവർക്കറിയാം അവനെ വിളിച്ചാലും അവൻ ഇറങ്ങി വരത്തില്ലെന്ന്. അതുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ അമ്മാമ്മ കള്ളം പറഞ്ഞു, അച്ഛാ അവനിവിടെ ഇല്ല, എനിക്കറിയാം അവനവിടെ ഉണ്ടെന്ന്. പിന്നെ അവരെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഇറങ്ങി. റോഡിൻ്റെ സൈഡിലിരുന്ന് എൻ്റെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പെതിയെ മേളിലോട്ട് ഇങ്ങനെ പാളി നോക്കിയപ്പോൾ ഞാൻ കണ്ടു, കർട്ടൻ മാറ്റി അവൻ താഴോട്ട് നോക്കുന്നു, ഈ പകയൻ പോയോന്ന്. ഈ കുഞ്ഞുങ്ങൾ അച്ഛന്മാർ പറഞ്ഞുകൊണ്ട് ബന്ധത്തിൽ അച്ഛന്മാർ ശരിയാക്കിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛന്മാരെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങളെ വെട്ടിക്കൊന്നു. ഇപ്പം ഞങ്ങൾ വെട്ടിക്കൊല്ലുകയാണല്ലോ, ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഞങ്ങളെ വെട്ടിക്കൊല്ലുക. ഞങ്ങൾ തിരിച്ചു വെട്ടത്തില്ല കേട്ടോ, ആ ആയുധം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കത്തില്ല. ഞങ്ങളെ വെട്ടിക്കൊന്നു. പക്ഷേ നിന്റെ മക്കളെ കർത്താവുമായുള്ള ബന്ധത്തിൽ വളർത്തിയില്ലെങ്കിൽ, സഭയുമായുള്ള ബന്ധത്തിൽ വളർത്തിയില്ലെങ്കിൽ, അവർ നശിക്കുമ്പോൾ നീ വിലപരിച്ചിട്ട് കാര്യമില്ല. ശൗല് പുരോഹിതന്മാരെ വെട്ടിക്കൊല്ലുകയാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവിക വഴികളിലൂടെ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ ദാവീദിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ ദാവീദ് തൻ്റെ മക്കളെ ദൈവ വഴികളിലൂടെ നടത്താനായിട്ട് ശ്രമിച്ചു. 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ ദാവീദ് മരിക്കാൻ തുടങ്ങുകയാണ്. മരിക്കാൻ തുടങ്ങുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ കിടക്കയ്ക്ക് ചുറ്റും വിളിച്ചു നിർത്തി. എന്നിട്ട് അവരോട് പറയുന്നൊരു വാചകമുണ്ട്. അതിങ്ങനെയാ, വസ്തുവീതം വെക്കുന്നതിനെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ അല്ല പറയുന്നത്. ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു, ഞാൻ മരിക്കാൻ പോകാം. തുടർന്ന് പറയുന്നതാ, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നടന്ന് അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക. മരിക്കാൻ തുടങ്ങുമ്പോൾ ദാവീദിന് തൻ്റെ മക്കളോട് പറയാനുള്ളത് ഇതാണ്: നീ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ചു കൊള്ളണം. നമ്മുടെ തലമുറയെക്കുറിച്ച് നമ്മുടെ തലമുറയോട് ഇങ്ങനെ പറയാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ദാവീദ് അത് പറഞ്ഞു. നമുക്കറിയാം, ഈ ശലോമോൻ രാജാവൊക്കെ ആയിക്കഴിഞ്ഞു. ആ സമയത്ത് ദാവീദ് ശലോമോനോട് പറയുന്നൊരു വാചകമുണ്ട്. 1 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. നീയോ എൻ്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സ്നേഹിക്കുകയും ചെയ്യുക. തൻ്റെ മകൻ വലിയ പ്രഗത്ഭരായി, രാജാവായി. പക്ഷെ അവൻ പറയേണ്ടത് പറഞ്ഞു, എൻ്റെ മകനെ ശലോമോനെ, നീ നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതുകൂടെ പറയാൻ നമുക്ക് ചങ്കൂറ്റമുണ്ടാവണം. നീ നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയണം, നീ നിന്റെ അമ്മയുടെ ദൈവത്തെ അറിയണം, നീ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. ഇത് പറയേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഇത് പറഞ്ഞേ മതിയാവൂ, പറയണം. അതാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ദാവീദ്, ശൗലിൻ്റെ ആത്മീയത കപടയാത്മീയതയായിരുന്നു. എന്നാൽ അർത്ഥവത്തായി ആത്മാർത്ഥതയോടെ ദൈവത്തെ ആരാധിച്ചവനായിരുന്നു ദാവീദ്. ദാവീദിൻ്റെ വാക്കുകളൊക്കെ നമുക്കറിയാം. യഹോവയുടെ ആലയത്തിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും.
എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തെ ആരാധിക്കുന്നതിൽ അവൻ ആത്മാർത്ഥതയുണ്ടായിരുന്നു. നമുക്കറിയാം, നഷ്ടപ്പെട്ടു പോയ യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നേതൃത്വത്തിൽ തിരികെ കൊണ്ടുവരുന്നത് നഷ്ടപ്പെട്ടു പോയതാ. അവരെ സംബന്ധിച്ച് വളരെ വിലയേറിയതാ. ആ നിയമപ്പെട്ടകം ഇങ്ങനെ കാളവണ്ടിയിൽ വെച്ച് ആഘോഷപൂർവ്വം കൊണ്ടുവരുമ്പോൾ ദാവീദ് അതിൻ്റെ മുമ്പിൽ കിടന്നുകൊണ്ട് കൈകൊട്ടി പാട്ടുപാടി നൃത്തം ചെയ്തു. കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് അത് കണ്ട മീഖാലിന് നാണക്കേടായി തോന്നി. തൻ്റെ ഭർത്താവ് സാധാരണക്കാരുടെ കൂടെ കിടന്ന് ഡാൻസ് ചെയ്യുന്നത് അവൾക്ക് നാണക്കേടായി തോന്നി. ഘോഷയാത്ര കൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ഈ മീഖാൽ ദാവീദിനെ പുരയ്ക്കകത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ? നാണമില്ല ഇങ്ങനെ കിടന്ന് പാടാനെന്ന് ചോദിക്കുമ്പോൾ ദാവീദ് പറയുന്നു, ആട്ടിടയൻ്റെ സ്ഥാനത്തു നിന്നും ഈ സിംഹാസനത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇനിയും ഞാൻ പാടും, ഇനിയും ഞാൻ നൃത്തം ചെയ്യും. അതാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാ ദൈവത്തെ ആരാധിക്കേണ്ടത്? ഇതിനെക്കുറിച്ച് ദാവീദിന് വളരെ വ്യക്തതയുണ്ടായിരുന്നു. 51-ാമത്തെ സങ്കീർത്തനം നമുക്ക് പരിചിതമാണല്ലോ. അവിടെ അവൻ പറയുന്നു, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായുള്ള ഒരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. അങ്ങനെ അവൻ പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് അത് ആരാധന. അതിനുശേഷം പറയുന്നു, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. അതാണ്, ദൈവം നിരസിക്കയില്ല. എന്നിട്ട് അവൻ പറയുന്നു, അപ്പോൾ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗയോഗങ്ങളിലും പ്രസാദിക്കും. എപ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്? നിർമ്മലമായ ഹൃദയത്തോടെ, വെടിപ്പുള്ള കൈകളോടെ ദൈവത്തിൻ്റെ സന്നിധി അടുത്ത് വരുമ്പോൾ, തകർന്ന ഹൃദയത്തോടും നുറുങ്ങിയ മനസ്സോടും കൂടെ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നത്. നാളെ രാവിലെ നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരാനായിട്ട് പോകുകയാണ്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എന്നിൽ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തകർന്ന ഹൃദയത്തോടും നുറുങ്ങിയ മനസ്സോടും കൂടി നാളെ വിശുദ്ധ മേശയിൽ സംബന്ധിക്കുമ്പോൾ അത് അർത്ഥവത്തായ ആരാധനയായി തീരും, നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹകരമായി തീരും. ഇതൊരു ചടങ്ങ് പരിപാടിയായി തീരാനായിട്ടല്ല, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായി, ദൈവത്തിന് മഹത്വം കേട്ടുന്ന ഒരു സമൂഹമായി ഇവിടെ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദാവീദ് ദൈവത്തെ ആരാധിച്ചത് ആത്മാർത്ഥതയോടെയാണ്. ശൗലോ കപടയാത്മീയത, ദൈവത്തെ കൂടെ നിർത്തുവാൻ, അതിലൂടെ വിജയം കൊയ്തെടുക്കുവാൻ, സഭയെയും പുരോഹിതനെയും ഒക്കെ കൂടെ നിർത്തുവാൻ, അതിലൂടെ കാര്യം സാധിക്കാനായിട്ട് ശ്രമിക്കുന്ന ആത്മീയത, അതിനൊരു അവസാനം ഉണ്ടാവണം. യഥാർത്ഥ ആത്മീയത എന്താ? ദൈവം പറയുന്നത് കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ശരിയായ ആത്മീയത, അർത്ഥവത്തായ ആത്മീയത. ദാവീദിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചെങ്കിൽ ശൗലിൻ്റെ കപട ആത്മീയത അവനെ തകർത്ത് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാമും നമ്മുടെ കുടുംബങ്ങളും ഇന്ന് ക്ഷയിച്ച ഇല്ലാതെയാകുകയാണോ, അതോ ബലപ്പെട്ടു വരികയാണോ? നാമും നമ്മുടെ ഇടവകയും ക്ഷയിച്ചില്ലാതെയാകുകയാണോ, അതോ ബലപ്പെട്ടു വരികയാണോ? മാർത്തോമാ സഭ ബലപ്പെട്ടു വരികയാണോ, അതോ ക്ഷയിച്ച് ഇല്ലാതെയാകുകയാണോ? ഈ കൺവെൻഷൻ്റെ അവസാന രാത്രിയിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം. നാം നശിച്ചു പോകരുത്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്രതീക്ഷിതമായ അത്യുന്നത പദവിയിലെത്തിയിട്ടും അഹങ്കാരവും സ്വാർത്ഥതയും മൂലം നശിച്ച് ഇല്ലാതെയായി തീർന്ന ശൗലിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണ്. അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ധന്യത നാം കണ്ടു. ഏറ്റവും വലിയ ധന്യത എന്താ? ലോകരക്ഷകനായ മശിഹായെക്കുറിച്ച് ദാവീദിൻ്റെ സന്തതി എന്ന് പറയത്തക്കവണ്ണമുള്ള ഔന്നത്യം അവൻ പ്രാപിച്ചു. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തോളം കാലം ഈ ദാവീദിനെ കുറിച്ച് ഓർക്കും. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തോളം കാലം ദാവീദിൻ്റെ പേര് നിലനിൽക്കും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിസ്സാരതയിൽ നിന്ന് ഉയർന്ന് അത്യുന്നത പദവിയിലെത്തിയ മഹാൻ, ഇസ്രായേലിൻ്റെ അതിരുകളെ വിശാലമാക്കി ആധിപത്യം സ്ഥാപിച്ചതായ യുദ്ധവീരൻ, മനോഹരങ്ങളായ ഗാനങ്ങൾ രചിക്കുകയും
തമ്പുരുവിട്ടി മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ മധുര ഗായകൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന ഖ്യാതി നേടിയവൻ. എന്നാൽ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായി തീർന്ന ശൗലിൻ്റെ കുടുംബത്തിൻ്റെ തകർച്ച നാം കണ്ടു. പ്രിയരെ, ദാവീദിനെ പോലെ പ്രകാശം പരത്തുവാൻ ബലപ്പെട്ടു വരുവാൻ നമുക്ക് കഴിയണം. അതാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഈ കൺവെൻഷൻ നടത്തുന്നത് നാം ബലപ്പെടുകയാണോ, ക്ഷയിച്ചു വരികയാണോ എന്ന് സ്വയശോധന ചെയ്യുന്നതിന് വേണ്ടിയാണ്. ശൗൽ യഹോവയെ വിട്ടുമാറി, അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുമാറി. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ദാവീദോ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ചു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ചു. അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യാസം നാം കണ്ടു. ശൗൽ നന്മയ്ക്കു പകരം തിന്മ ചെയ്തു, ദാവീദോ തിന്മയ്ക്കു പകരം നന്മ ചെയ്തു. ഇന്ന് രാത്രി നമുക്ക് തീരുമാനിക്കാൻ കഴിയുമോ? എൻ്റെ ജീവിതം പ്രബലപ്പെടണമെങ്കിൽ എന്നോട് തിന്മ ചെയ്തവരോട് ഞാൻ നന്മ ചെയ്യും. അതായത് നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്ന നമ്മുടെ സ്വഭാവം അവസാനിപ്പിക്കാം. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാൻ നമുക്ക് പഠിക്കാം. തകർന്നുപോയ ബന്ധങ്ങളെ നമുക്ക് പുനഃസ്ഥാപിക്കാം. യോനാഥാനും ദാവീദും തമ്മിൽ സ്നേഹിച്ചതുപോലെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കാൻ കഴിയണം. ഹൃദയങ്ങൾ തമ്മിൽ പറ്റിച്ചേരണം. കർത്താവേ, എൻ്റെ കുടുംബാംഗങ്ങളെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുവാൻ, എൻ്റെ ജീവിത സഹിയോട് എൻ്റെ ഹൃദയം പറ്റിച്ചേരുവാൻ ഇടയാകണമേ. എൻ്റെ പ്രാർത്ഥന കൂട്ടത്തിലുള്ളവരെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുവാൻ, ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിച്ച് പറ്റിച്ചേരുവാൻ ഇടയായിത്തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, കപടയാത്മീയത കൊണ്ട് നമുക്ക് രക്ഷപ്പെടില്ല, അത് നമ്മെ നശിപ്പിക്കുകയുള്ളൂ. എന്താണ് ശരിയായ ആത്മീയത? ദൈവം പറയുന്നത് കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. ദൈവത്തെ ഉപയോഗിക്കാൻ ബലം പ്രയോഗിച്ച് കൂടെ നിർത്തുവാൻ കാര്യസാധ്യത്തിന് ശ്രമിക്കരുത്. പിന്നെയോ ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കാൻ കഴിയണം. ദാവീദ് ആരാധിച്ചതുപോലെ, മഹത്വപ്പെടുത്തിയതുപോലെ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായുള്ള ഒരാത്മാവിനെ ഉള്ളിൽ പുതുക്കണമേ. ദൈവമേ, തകർന്ന ഹൃദയത്തോടും നുറുങ്ങിയ മനസ്സോടും കൂടെ ഞാൻ നിൻ്റെ സന്നിധിയിൽ വരുന്നു, നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിലും ആത്മാവിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, ശൗലിൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമായി. ചത്ത നായെപ്പോലെ ഒരുത്തൻ മാത്രം അവശേഷിച്ചിരിക്കുന്നു പറയത്തക്കവണ്ണം ആ കുടുംബം തകർന്നുപോയി. എന്നാൽ ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ നാം പറയുമെന്താ? ദാവീദിൻ്റെ സന്തതി, ലോകരക്ഷകനായ മശിഹായെക്കുറിച്ച് ദാവീദിൻ്റെ സന്തതി എന്ന് പറയത്തക്കവണ്ണം അവൻ ഇന്നും നിലനിൽക്കുന്നു. നമ്മുടെ ജീവിതം അങ്ങനെയുള്ളതായിത്തീരണം, അനുഗ്രഹകരമായിത്തീരണം. നമുക്ക് ശാന്തമായി പരിശോധിക്കാം. ഞാനും എൻ്റെ കുടുംബവും ക്ഷയിച്ചില്ലാതെയാകുകയാണോ അതോ ബലപ്പെട്ടു വരികയാണോ? ഞാനും എൻ്റെ ഇടവകയും ക്ഷയിച്ചില്ലാതെയാകുകയാണോ ബലപ്പെട്ടു വരികയാണോ? ഞാനും എൻ്റെ സഭയും ക്ഷയിച്ച് ഇല്ലാതെയാകുകയാണോ അതോ ബലപ്പെട്ടു വരികയാണോ? ദാവീദിന് ബലം കൂടിയും ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചും